നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളിപ്പോൾ സ്വർഗ്ഗകവാടങ്ങളിലൊന്നിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ നിങ്ങൾ ചെലവഴിക്കുന്ന ആദ്യ മിനിറ്റാണിത്. സ്വർഗ്ഗത്തിലെ നിങ്ങളുടെ വീട്, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നവർ, നിങ്ങളുടെ ആദ്യത്തെ ഭക്ഷണം, സ്വർഗ്ഗത്തിലെ ചന്തകൾ, ആളുകൾ, തീർച്ചയായും നിങ്ങളുടെ രൂപം, നിങ്ങളുടെ പ്രായം, നിങ്ങൾ അനുഭവിക്കുന്ന വികാരം എന്നിവയെല്ലാം. എന്നാൽ സ്വർഗ്ഗം നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. സ്വർഗ്ഗത്തിൽ 7 വ്യത്യസ്ത തലങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നമ്മൾ കാണാത്ത ലോകത്തിലൂടെ ഒരു യാത്ര ചെയ്യും. സ്വർഗ്ഗത്തിലെ എല്ലാ വിശദാംശങ്ങളും ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ കാണാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹവും നാം അന്വേഷിക്കും. നിങ്ങൾക്ക് മുകളിലുള്ള ഏറ്റവും വലിയ സന്തോഷമാണിത്. അടിമ തന്റെ രക്ഷിതാവിനെ കാണുന്ന നിമിഷം. എന്നാൽ കാലത്തിനും സ്ഥലത്തിനും അതീതനായ അല്ലാഹുവിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ഇതിനുള്ള ഉത്തരം ലൈലത്തുൽ മിഹ്റാജിന്റെ ഒരൊറ്റ രാത്രിയിൽ ലഭിച്ചു. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കണ്ടു. അദ്ദേഹം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനുള്ള നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന സ്വർഗ്ഗത്തിന്റെ രഹസ്യങ്ങൾ. ഒരു ദിവസം എല്ലാം അവസാനിക്കും. ഭൂമി നമ്മുടെ ശരീരങ്ങളെ എടുക്കും. നാവുകൾ നിശ്ശബ്ദമാകും. ഹൃദയങ്ങൾ നിലയ്ക്കും. എന്നാൽ ആത്മാവ് ഒരിക്കലും അറിയാത്തൊരു ലോകത്തേക്ക് യാത്ര തുടരും. ആഖിറത്തിലെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരെയും വീണ്ടും ജീവിപ്പിക്കുകയും ഈ ലോകത്തവർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാനായി ഒരുമിച്ചുകൂട്ടുകയും ചെയ്യും. ഈ ഭയപ്പെടുത്തുന്ന സ്ഥലമാണ് മഹ്ശർ മൈതാനം. ഓരോ വ്യക്തിക്കും ഏറ്റവും ഭയാനകമായ നിമിഷം അവരുടെ കണക്കെടുക്കുന്നതായിരിക്കും. എല്ലാവരെയും ഒരുമിച്ചു കൂട്ടിയ ശേഷം ഈ ലോകത്തവർ ചെയ്തതെല്ലാം എഴുതിവെച്ച അവരുടെ കർമ്മപുസ്തകം അവർക്ക് കൈമാറും. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് വലതുവശത്തുനിന്നും ജഹന്നമിലേക്ക് പോകുന്നവർക്ക് ഇടതുവശത്തുനിന്നോ പിന്നിൽ നിന്നോ പുസ്തകം നൽകും. സ്വർഗ്ഗത്തിലെ ആളുകൾക്ക് ഭയമുണ്ടാവില്ല. അവർ ദുഃഖിതരുമാവില്ല. ഇപ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യത്താൽ നിങ്ങൾ സ്വർഗ്ഗം നേടിയ അനുഗ്രഹീതരായ അടിമകളിൽ ഒരാളാണെന്ന് സങ്കൽപ്പിക്കുക. ആ മഹത്തായ ദിവസമൊടുവിൽ വന്നെത്തി. നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ നിൽക്കുന്നു. ആ മനോഹരവും സമാധാനം നിറഞ്ഞതുമായ നിത്യജീവിതം ഏതാനും ചൂടുകൾ അകലെയാണ്. എന്നാൽ നിങ്ങൾക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഭൗതികമായ മാലിന്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനാൽ ഒരു പ്രത്യേക നദിയിൽ നിങ്ങൾ കുളിപ്പിക്കപ്പെടും. ഈ നദിയിലെ വെള്ളം നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ മനുഷ്യ ബലഹീനതകളും ന്യൂനതകളും നീക്കം ചെയ്യും. നിങ്ങളുടെ ശരീരത്തിലെ രോമം പോലും അപ്രത്യക്ഷമാകും. തിർമിദിയിൽ നിന്നുള്ള ഒരു ഹദീസിൽ ഇങ്ങനെ വിവരിക്കുന്നു: സ്വർഗ്ഗയിലെ ആളുകൾ അവരുടെ പിതാവായ ആദത്തിൻ്റേതുപോലെയുള്ള രൂപത്തിൽ താടിയില്ലാതെ സുറുമയുട്ട കണ്ണുകളോടെ 33 വയസ്സുള്ളവരായി പ്രവേശിക്കും. പക്ഷേ നിങ്ങൾ പൂർണ്ണമായും തയ്യാറായിട്ടില്ല. ഇനിയും ചില ഘട്ടങ്ങൾ ബാക്കിയുണ്ട്. നിങ്ങൾക്കായി തയ്യാറാക്കിയ ഒരു പ്രത്യേക ജലധാരയിൽ നിന്ന് ധാരാളം വെള്ളം കുടിച്ച ശേഷം നിങ്ങൾ അകത്തും പുറത്തും ശുദ്ധീകരിക്കപ്പെടും. സ്വർഗ്ഗത്തിനായി പൂർണ്ണമായും തയ്യാറാകും. അതിനുശേഷം നിങ്ങൾക്കായി കവാടം തുറന്നുതരാൻ ചുമതലപ്പെട്ട മലക്കിന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കും. അദ്ദേഹത്തിന്റെ പേര് റിദ്വാൻ എന്നാണ്. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 8 വ്യത്യസ്ത കവാടങ്ങളുണ്ട്. ഓരോന്നും വ്യത്യസ്ത രീതിയിലാണ് സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ ഏത് കവാടത്തിലൂടെയാണ് പ്രവേശിക്കുക എന്നത് നിങ്ങളുടെ കർമ്മങ്ങളെയും ഈ ലോകത്ത് നിങ്ങൾ ആരായിരുന്നു എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഓരോ കവാടത്തിനും വ്യത്യസ്ത പേരുകളുണ്ട്. പക്ഷേ അവയ്ക്കെല്ലാം മുകളിൽ ഒരേ വാചകം എഴുതിയിട്ടുണ്ട്: ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദൻ റസൂലുള്ളാ. സ്വലാത്ത് എന്ന പേരുള്ള കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് ഈ ലോകത്ത് കൃത്യമായി നമസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥന നിർവഹിച്ചവരായിരിക്കും. രണ്ടാമത്തെ കവാടം റയ്യാനാണ്, നോമ്പെടുത്തവർക്കു വേണ്ടിയുള്ളത്. മൂന്നാമത്തേത് സ്വതക്ക കവാടം, എപ്പോഴും അത് ചെറിയതാണെങ്കിൽ പോലും ദാനം നൽകിയവർക്കു വേണ്ടിയുള്ളത്. നാലാമത്തേത് ജിഹാദ് കവാടം, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പ്രയത്നിച്ചവർക്കു വേണ്ടിയുള്ളത്. അഞ്ചാമത്തേത് ഹജ്ജ് കവാടം, മക്കയിൽ തീർത്ഥാടനം നടത്തിയവർക്കു വേണ്ടിയുള്ളത്. ആറാമത്തേത് കാലിമുൽ ഖൈദ് കവാടം, ഏറ്റവും വിഷമകരമായ നിമിഷങ്ങളിൽ പോലും തങ്ങളുടെ കോപം നിയന്ത്രിച്ചവർക്കു വേണ്ടിയുള്ളത്. ഏഴാമത്തേത് അമാൻ കവാടം, വിചാരണ ചെയ്യപ്പെടാതെ പ്രവേശിക്കുന്നവർക്കു വേണ്ടിയുള്ളത്. എട്ടാമത്തേത് ദിക്ർ കവാടം, അല്ലാഹുവിനെ എപ്പോഴും ഹൃദയത്തിൽ ഓർമ്മിച്ചവർക്കു വേണ്ടിയുള്ളത്. തീർച്ചയായും കവാടമെന്നു പറയുമ്പോൾ ഈ ലോകത്ത് നമുക്കറിയുന്ന വാതിലുകളെക്കുറിച്ച് ചിന്തിക്കരുത്. വീഡിയോയിൽ അവ പ്രതീകാത്മകമായി മാത്രം കാണിച്ചിരിക്കുന്നു.
ഓരോ ദൃശ്യവും കാണിക്കുന്നത് ഈ കവാടങ്ങൾ വലിപ്പത്തിലും രൂപത്തിലും മനുഷ്യഭാവനയ്ക്കപ്പുറമാണെന്ന്. ഇപ്പോൾ എല്ലാവരും അവരവരുടെ കവാടത്തിൽ തയ്യാറാണെങ്കിൽ പ്രവേശിക്കാനുള്ള സമയമായി. സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കുന്നു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്ത് മൃദുലമായ ഊഷ്മളമായ ഒരു കാറ്റനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് മുമ്പേ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു കാറ്റ്. അതിന്റെ സുഗന്ധം നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കുന്നു. അത്ര മനോഹരവും അതുല്യവുമാണ് അത്. നിങ്ങളെ മയക്കിക്കളഞ്ഞേക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച സുഗന്ധദ്രവ്യങ്ങൾക്കും ഇതിന് താരതമ്യം ചെയ്യാനാവില്ല. വായു അധികം ചൂടോ തണുപ്പോ ഇല്ലാത്ത ഊഷ്മളവും സമാധാനപരവുമാണ്. എല്ലാ വേദനകളും ഖേദങ്ങളും ദുഃഖങ്ങളും സംശയങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു. ഏറ്റവും മനോഹരമായ വികാരങ്ങളും ശുദ്ധമായ ഗുണങ്ങളും മാത്രം ശേഷിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റവും ഉയർന്ന രീതിയിൽ ആസ്വദിക്കാൻ കഴിയും. ഒടുവിൽ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ചുവടുവയ്ക്കുന്നു. നിങ്ങളിപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞു. മിഅ്റാജിനിടെ കണ്ട സ്വർഗ്ഗത്തെക്കുറിച്ച് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു. നിങ്ങൾക്ക് ജീവിതമുണ്ട്, നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല. നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും രോഗിയാവുകയില്ല. നിങ്ങൾക്ക് യൗവനമുണ്ട്, നിങ്ങൾ ഒരിക്കലും വയസ്സാവുകയില്ല. നിങ്ങൾക്ക് സന്തോഷമുണ്ട്, നിങ്ങൾ ഒരിക്കലും ദുഃഖിതരാവുകയില്ല. നിങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ പിന്തുടർന്ന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾ അകത്ത് കാണുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സും സങ്കൽപ്പിച്ചിട്ടുമില്ലാത്ത ഒരു ലോകമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ ആളുകളെ സ്വാഗതം ചെയ്യുകയും അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം നിങ്ങളുടെ മേലുണ്ടാവട്ടെ, സ്വാഗതം, അകത്തേക്ക് വരൂ, ഇവിടെ എന്നേക്കും താമസിക്കൂ എന്ന് പറയുകയും ചെയ്യും. ആദ്യം നിങ്ങൾക്ക് പൂന്തോട്ടങ്ങളും കുളങ്ങളുമുള്ള കൊട്ടാരങ്ങൾ നൽകും. പിന്നെ നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നതെന്തും ഒരു കുറവും കൂടാതെ നിങ്ങൾക്ക് നൽകും. ഇതാണ് സ്വർഗം. ദുഃഖമില്ലാത്ത, ഭയമില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, വേദനയില്ലാത്ത ഒരിടം. നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ എല്ലാ സൗന്ദര്യങ്ങളും നിലനിൽക്കുന്ന, നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ എല്ലാ തിന്മകളും തുടച്ചുമാറ്റപ്പെട്ട ഒരിടം. സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച കളിമണ്ണ് കസ്തൂരി, മുത്തും മാണിക്യവും ചരലുകളായ മണ്ണ് കുങ്കുമപ്പൂവായ വീടുകളിൽ നിങ്ങൾ താമസമാക്കും. നിങ്ങൾ ആദ്യം സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്തേക്ക് നിങ്ങൾ മടങ്ങിയിരിക്കുന്നു. ശ്വാസമടക്കിപ്പിടിക്കുന്ന കാഴ്ചകളിലും അന്തരീക്ഷത്തിലെ മനോഹരമായ സുഗന്ധങ്ങളിലും നിങ്ങൾ വിസ്മയിച്ചു നിൽക്കുമ്പോൾ സംരക്ഷകരായ മലക്കുകൾ സ്വർഗ്ഗത്തിൽ ഇപ്പോൾ പ്രവേശിച്ച അടിമയോട് സംസാരിക്കും. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ആ വ്യക്തി പറയും, ഞാൻ എൻ്റെ രക്ഷിതാവിൽ നിന്ന് ഇതിനകം നിരവധി അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും കണ്ടുകഴിഞ്ഞു. എന്നെ അല്പം കൂടി മുന്നോട്ടു പോകാൻ അനുവദിക്കൂ, കൂടുതൽ ആസ്വദിക്കട്ടെ. മലക്കുകൾ മറുപടി പറയും, ഇതൊക്കെ വെറും ആമുഖങ്ങൾ മാത്രമാണ്. നിങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇതിലും വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അയാൾ മുന്നോട്ടു നടക്കുന്നു. പൂർണ്ണമായും ശുദ്ധമായ സ്വർണം കൊണ്ട് നിർമ്മിച്ച മുത്തുകൊണ്ടുള്ള ബാൽക്കണികളുള്ള ഒരു കൊട്ടാരം അവന്റെ മുന്നിൽ ഉയർന്നുവരുന്നു. അവൻ അടുത്തെത്തുമ്പോൾ ചിതറിക്കിടക്കുന്ന മുത്തുകൾ പോലെ തോന്നുന്ന സേവകർ പ്രത്യക്ഷമാകുന്നു. അവർ വെള്ളിപ്പാത്രങ്ങളും സ്വർണ്ണക്കപ്പുകളും പിടിച്ചിരിക്കുന്നു. അവരവനെ സലാം പറഞ്ഞ് അഭിവാദ്യം ചെയ്യുന്നു. അവൻ സലാം മടക്കുന്നു. ആ സ്ഥലത്ത് നിൽക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. പക്ഷെ മലക്കുകൾ അവനോട് പറയുന്നു, ഇതിലും വലിയവ മുന്നിലുണ്ട്, മുന്നോട്ടു പോകുക. അയാൾ വീണ്ടും നടക്കുന്നു. ഇത്തവണ അവൻ കാണുന്നത് കടും ചുവപ്പ് മാണിക്യം കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരമാണ്. അതത്ര വ്യക്തവും തിളക്കവും ശുദ്ധവുമാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് അകത്തേക്ക് കാണാൻ സാധിക്കും. അവൻ പ്രവേശിക്കുന്നു. അകത്ത് അതിശയിക്കുന്ന സൗന്ദര്യമുള്ള 70,000 മുറികൾ അവൻ കണ്ടെത്തുന്നു. അവന്റെ ആത്മാവും ശരീരവും സന്തോഷത്താൽ നിറയുന്നു. ഓരോ മുറിയിലും അവനുവേണ്ടി ഭക്ഷണത്തിന്റെ തളികകൾ വച്ചിരിക്കുന്നു. പഴങ്ങൾ, മാംസങ്ങൾ, പാനീയങ്ങൾ എല്ലാം അവന്റെ രക്ഷിതാവ് തികച്ചും തയ്യാറാക്കിയത്. അവനൊരു പഴത്തിൽ നിന്നൊരു കടിയെടുക്കുന്നു. അവൻ എപ്പോഴെങ്കിലും ഇഷ്ടപ്പെട്ട എല്ലാ രുചികളെയും അതവനെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും അത് തികച്ചും പുതിയതും മുമ്പൊരിക്കലും ഇല്ലാത്തതുമായി അനുഭവപ്പെടുന്നു.
അവനൊരു കവിൾ കുടിക്കുന്നു. അവന്റെ ഹൃദയം വാക്കുകളാൽ വിശദീകരിക്കാൻ കഴിയാത്ത ശുദ്ധമായ സന്തോഷത്താൽ നിറയുന്നു. അപ്പോൾ വാതിൽ തുറന്ന് അവന്റെ പ്രിയപ്പെട്ടവർ പ്രവേശിക്കുന്നു. അവന്റെ കുടുംബം, ഉമ്മ, ഉപ്പ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ നടന്നുവരുന്നു. അവൻ സന്തോഷം കൊണ്ട് ശ്വാസമടക്കി പിടിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് നടന്നിരുന്ന വിശ്വാസികൾ ഇപ്പോൾ നിങ്ങളുടെ അരികിലാണ്. അവർ നിങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് നടക്കും. അവർ പൂർണ്ണ രൂപത്തിൽ പ്രകാശത്താൽ തിളങ്ങി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പ്രവേശിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റും കൊട്ടാരങ്ങൾ, മരങ്ങൾ, നദികൾ, അനുഗ്രഹങ്ങൾ എല്ലാം അല്ലാഹു നിങ്ങൾക്കായി തയ്യാറാക്കി അലങ്കരിച്ചിരിക്കുന്നു. അതിരുകളില്ലാത്ത അനന്തമായ ഒരു ലോകം. നിങ്ങൾ മലക്കുകൾ നൽകിയ പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുന്നു. സ്വർഗ്ഗത്തിനായി നിർമ്മിച്ച വസ്ത്രങ്ങൾ. അവ പച്ചനിറമുള്ള നേരിയ പട്ടുവസ്ത്രം പോലെയും സമ്പന്നമായി എംബ്രോയിഡറി ചെയ്ത ബ്രോക്കേഡ് പോലെ കനവുമാണ്. ഓരോന്നും വ്യത്യസ്ത നിറങ്ങളിൽ അലങ്കരിച്ച 70 അടുക്കുകൾ അതിനുണ്ട്. നിങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു ആഘോഷം പോലെയാണ് അന്തരീക്ഷം. ശാന്തം, സമാധാനപരം. എണ്ണമറ്റ സേവകർ നിങ്ങൾക്ക് ചുറ്റും സേവിക്കാൻ തയ്യാറായി നിൽക്കുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുന്നു. ഞാനിപ്പോൾ എന്തു ചെയ്യും? ഞാൻ എവിടെ പോകും? അപ്പോൾ എന്തോ ഒന്ന് ആരംഭിക്കുന്നു. ഒരുതരം ചടങ്ങിനു ശേഷം സ്വർഗ്ഗത്തിലെ ആളുകൾക്കും ജഹന്നമിലെ ആളുകൾക്കും കാണാൻ കഴിയുന്ന ഒരിടത്തേക്ക് ഒരാടിനെ കൊണ്ടുവരുന്നു. പക്ഷേ ഈ ആട് അത് തോന്നുന്നത് പോലെയല്ല. ഇതൊരു മൃഗമല്ല. ഇതിന്റെ പേരാണ് മരണം. അടുത്തത് സംഭവിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ നിത്യമായ സമാധാനത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ഒരു ശബ്ദം വിളിച്ചു പറയുന്നു, ഓ സ്വർഗ്ഗത്തിലെ ആളുകളെ, ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ തലയുയർത്തി പറയും, അതെ, ഇതാണ് മരണം. അപ്പോൾ പറയപ്പെടും, ഓ ജഹന്നമിലെ ആളുകളെ, ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവരും തലയുയർത്തി പറയും, അതെ, ഇതാണ് മരണം. അപ്പോൾ കൽപ്പന നൽകുന്നു, ആടിനെ അറുക്കുന്നു. മരണം ഇപ്പോൾ മരിച്ചുപോയിരിക്കുന്നു. ഒരു ശബ്ദം പ്രഖ്യാപിക്കുന്നു, ഓ സ്വർഗ്ഗത്തിലെ ആളുകളെ, നിങ്ങൾ എന്നേക്കും ജീവിക്കും. ഇനി മരണമില്ല. ഓ ജഹന്നമിലെ ആളുകളെ, നിങ്ങളും എന്നേക്കും അവിടെ ഉണ്ടായിരിക്കും. ഇനി മരണമില്ല. അതെ, മരണം ഇനി നിലനിൽക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലും രോഗികളാവില്ല. നിങ്ങൾ എന്നേക്കും ജീവിക്കും. നിങ്ങൾ യുവത്വത്തോടെ തുടരും. എപ്പോഴും അനുഗ്രഹങ്ങളിൽ ജീവിക്കും. വേദനയും ദുഃഖവും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറക്കും. സ്വർഗ്ഗത്തിലെ ആളുകൾക്ക് ഇത് നിത്യമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും കാലമാണ്. ഈ ലീവത്തിൽ നിങ്ങൾ വിവാഹിതനായിരുന്നുവെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. എന്നാൽ ഇത്തവണ അതൊരിക്കലും അവസാനിക്കില്ല. ഏതു പങ്കാളിക്കാണോ ഉയർന്ന സ്ഥാനം, മറ്റേയാൾ അതേ നിലയിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഈ ഊമ്പത്തിൽ ചെയ്ത എല്ലാ പ്രാർത്ഥനകളും എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളുടെ പങ്കാളിയുടെ സ്ഥാനവും അടുത്ത ജീവിതത്തിൽ ഉയർത്തി. അവിടെ തർക്കങ്ങളോ ഹൃദയം തകർക്കുന്നതോ വഞ്ചനയോ ഉണ്ടാവില്ല. ഓരോ നിമിഷവും ശുദ്ധമായ സ്നേഹം കൂടുതൽ ശക്തമാകുകയേയുള്ളൂ. കാലം ക്രമേണ പങ്കാളികൾ കൂടുതൽ സുന്ദരരായി മാറും. ഒരാൾ പുറത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ പങ്കാളി അവരെ മുമ്പത്തേക്കാളും കൂടുതൽ മനോഹരമായി കണ്ടെത്തും. രണ്ടുപേരും ഒരു കാര്യം പറയും, ഞാൻ അവസാനമായി കണ്ടതിനേക്കാൾ മനോഹരമായിരിക്കുന്നു നിങ്ങൾ. വാസ്തവത്തിൽ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്കു വേണ്ടി ഏറ്റവും അമ്പരപ്പിക്കുന്ന ഹൂറുൽ ഈനിനേക്കാൾ സുന്ദരികളായിരിക്കും. എന്നാൽ നിങ്ങൾ വിവാഹിതനല്ലായിരുന്നുവെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്കുമായി നിങ്ങൾക്കൊരിക്കലും സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലോ അല്ലാഹു നിങ്ങൾക്കതിലും മികച്ച ഒരാളെ നൽകും. നിങ്ങൾക്കായി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരാളെ, നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ സുന്ദരിയായ ഒരാളെ. നിങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആ നിമിഷത്തിനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ അവരുടെ കൈകളിൽ പിടിച്ച് ഭാര്യാഭർത്താക്കന്മാരായി നിത്യതയിലേക്ക് നടക്കും. സ്വർഗ്ഗത്തിൽ പറക്കാൻ കഴിയുമെന്ന് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അവർക്ക് വിശാലമായ താഴ്വരകളിലും മരങ്ങളിലും പർവ്വതങ്ങളിലും നടക്കാം. അല്ലെങ്കിൽ അവർക്ക് താൽപ്പര്യമുള്ള ഇടത്തേക്ക് തൽക്ഷണം ടെലിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ആളുകൾ സ്വർഗ്ഗത്തിൽ ചിന്തയുടെ വേഗത്തിൽ സഞ്ചരിക്കും. നിങ്ങൾ കണ്ണുമടച്ച് ലണ്ടൻ കാണുന്നു, അടുത്ത നിമിഷം നിങ്ങൾ ടോക്കിയോയിലോ ഇസ്താംബൂളിലോ ആണ്. ഈ സ്വപ്നം പോലെയുള്ള നിമിഷങ്ങൾ ശാരീരികമായി യാഥാർത്ഥ്യമാകും. അതെ, സ്വർഗ്ഗത്തിലെ ആളുകൾ പക്ഷികളെപ്പോലെ പറക്കും. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത പൂന്തോട്ടങ്ങൾ, പർവ്വതങ്ങൾ, കൊട്ടാരങ്ങൾ എന്നിവ അവർ സന്ദർശിക്കും. അവർ തങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. അവരുമായി ഭക്ഷിക്കുകയും പാനീയങ്ങൾ കഴിക്കുകയും ആഴത്തിലുള്ള സംഭാഷണങ്ങൾ ആസ്വദിക്കുകയും ചെയ്യും. ഈ ജീവിതത്തിലെ സൗഹൃദ സംഭാഷണങ്ങളുടെ സന്തോഷത്തേക്കാൾ കൂടുതലായി അവർ പ്രവാചകന്മാരുമായി വിരുന്നുകൾ നടത്തുകയും അവരുമായി ഇരിക്കുകയും ചെയ്യും.
സ്വഹാബികളുടെ, അതായത് സഹചാരികളുടെ കഥകൾ അവരിൽ നിന്ന് നേരിട്ട് കേൾക്കും. അവർ ഔലിയാക്കളെ, അതായത് വിശുദ്ധരെ കണ്ടുമുട്ടുകയും ഊഷ്മളമായ സന്തോഷകരമായ സംഭാഷണങ്ങൾ പങ്കിടുകയും ചെയ്യും. അനന്തമായ ഭക്ഷണങ്ങളും അനന്തമായ ഒത്തുചേരലുകളും ആഴത്തിലുള്ള സന്തോഷം നൽകും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ ഏകാന്തത എന്നേക്കുമായി അവസാനിക്കും. ആർക്കും ഒരിക്കലും ഒറ്റപ്പെട്ടതായി തോന്നുകയില്ല. ഈ ലോകത്തിലെ അപരിചിതരും പാവപ്പെട്ടവരും രോഗികളും തടവുകാരും പുറത്താക്കപ്പെട്ടവരും ആ ദിവസം തങ്ങളുടെ എല്ലാ വേദനകളിലേക്കും തിരിഞ്ഞു നോക്കുകയും പറയും, ഇതൊന്നും ഒന്നുമായിരുന്നില്ല. എന്റെ രക്ഷിതാവ് എനിക്ക് അവന്റെ അടുക്കൽ നിന്ന് ഇത്രയും സൗന്ദര്യവും സുഹൃത്തുക്കളെയും അനുഗ്രഹങ്ങളും നൽകിയിരിക്കുന്നു. ഞാൻ അനുഭവിച്ചതിനേക്കാൾ മോശമായി കഷ്ടപ്പെട്ടിരുന്നെങ്കിലും പോലും ഞാൻ തൃപ്തനായിരിക്കും. അവർക്ക് തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു സിനിമ കാണുന്നതുപോലെ കാണാനും കാണാൻ ആഗ്രഹിക്കുന്ന ഏതു നിമിഷവും വീണ്ടും സന്ദർശിക്കാനും കഴിയും. സ്വർഗത്തിൽ നമ്മൾ എന്തായിരിക്കും ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക? നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കഴിക്കുന്ന കാര്യം ഒരു തിമിംഗലത്തിന്റെ കരളാണ്. ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ ദൂതൻ പറഞ്ഞു, ഇത് ഈ ലോകത്ത് യൂനുസ് നബിയെ വിഴുങ്ങിയ തിമിംഗലത്തിന്റെ കരളാണ്. ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ ഭക്ഷണവും പാനീയവും ആവശ്യമാണ്. എന്നാൽ സ്വർഗത്തിൽ അതിന്റെ ആവശ്യമില്ല. നമ്മൾ സന്തോഷത്തിനു വേണ്ടി മാത്രം കഴിക്കും. ഖുർആനിലും ഹദീസുകളിലും സ്വർഗത്തിലെ ചില ഭക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മാംസം, പക്ഷികളുടെ മാംസം, പഴങ്ങൾ, മാതളനാരങ്ങ, മുന്തിരി, ചെറി, വാഴപ്പഴം, ഈന്തപ്പഴം എന്നിവ. സ്വർണ്ണക്കപ്പുകളിൽ വിളമ്പുന്ന പാനീയങ്ങളിൽ പാല്, തേൻ, ശുദ്ധജലം, കഫൂർ, തസ്നീം എന്നിവ ഉൾപ്പെടുന്നു. സ്വർഗത്തിലെ ആളുകൾ ഈ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നത്ര എന്നേക്കും ആസ്വദിക്കും. ഒരിക്കലും വിശപ്പോ ദാഹമോ അനുഭവിക്കില്ല. സ്വർഗത്തിലെ പഴങ്ങൾക്ക് സുതാരമായ തൊലികളുണ്ടാകും. നിങ്ങളൊരെണ്ണം കഴിക്കുമ്പോൾ മറ്റൊന്ന് അതിന്റെ സ്ഥാനത്ത് തൽക്ഷണം പ്രത്യക്ഷപ്പെടും. അവയുടെ രുചി ഈ ലോകത്ത് നിങ്ങൾക്കറിയാവുന്ന ഒന്നിനോടും സാമ്യമുള്ളതായിരിക്കില്ല. സ്വർഗത്തിലെ മേശകളിൽ മാംസവിഭവങ്ങൾ, പ്രത്യേകിച്ച് പക്ഷിമാംസം, നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം തയ്യാറായിരിക്കും. പാനീയങ്ങൾ ഒരിക്കലും ലഹരിയുണ്ടാക്കില്ല, പകരം ശുദ്ധമായ സന്തോഷം നൽകും. ഈ അനന്തമായ അനുഗ്രഹങ്ങളുടെ രുചിയും സുഗന്ധവും നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്കാവശ്യമുള്ള അത്രയും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. എന്നിട്ടും സ്വർഗത്തിൽ കക്കൂസിന്റെ ആവശ്യമില്ല. നമ്മൾ സ്വർഗത്തെക്കുറിച്ച് വിവരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഭാവനയുടെ പരിധിക്കപ്പുറമാണ്. മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. നമ്മുടെ ധാരണ പരിമിതമാണ്. ഉദാഹരണത്തിന്, ഒരു പൂച്ചയ്ക്ക് അതിന്റെ ഭക്ഷണം അറിയാം, അതിന്റെ ഉടമസ്ഥന് തിരിച്ചറിയാം. എന്നാൽ ഒരു ടെലിവിഷനിലേക്ക് നോക്കുമ്പോൾ അതിന് എന്തിനാണെന്നോ അത് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നോ അറിയില്ല. നിങ്ങൾക്കൊരിക്കലും അത് പൂച്ചയ്ക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല. അതിന്റെ മനസ്സിന് അത് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു അക്വാറിയത്തിലെ മത്സ്യത്തെപ്പോലെ നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ചില്ലിനപ്പുറത്തെ ലോകത്തെക്കുറിച്ച് അതിനറിയുകയില്ല. നമ്മൾ ആദമിന്റെ മക്കൾക്കും അത്തരം പരിമിതികളുണ്ട്. ഈ ജീവിതത്തിന് ശേഷമുള്ള ജീവിതം മനസ്സിലാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും അല്ലാഹുവിനെക്കുറിച്ചും മലക്കുകളെക്കുറിച്ചും കാണാത്ത നിരവധി യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണയിൽ നമ്മൾ എപ്പോഴും പരിമിതരായിരിക്കും. എന്നാൽ ഇതാ ശുഭവാർത്ത. സ്വർഗത്തിൽ നമ്മൾ പുതിയൊരു തരം ധാരണ അനുഭവിക്കും. നമ്മുടെ മനസ്സുകൾ നവീകരിക്കപ്പെടും. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ കാണാനും ഗ്രഹിക്കാനും കഴിയും. നമ്മുടെ കണ്ണുകൾക്ക് മുകളിലുള്ള പർദ്ദ, അതായത് മറ, നീക്കം ചെയ്യപ്പെടും. പല കാര്യങ്ങളും പൂർണ്ണമായും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നമ്മുടെ തലച്ചോറ് വിപരീതങ്ങളുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ശരിയും തെറ്റും, സൗന്ദര്യവും വൃത്തികേടും, ദുഃഖവും സന്തോഷവും. എന്നാൽ സ്വർഗത്തിൽ ഇവയിൽ ചിലത് നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടും. അല്ലാഹു ദുഃഖം, സങ്കടം, വേദന എന്നിവയുടെ വികാരങ്ങൾ നമ്മളിൽ നിന്ന് പൂർണ്ണമായും മായ്ച്ചു കളയും. ഈ വികാരങ്ങൾ നിലനിന്നിരുന്നു എന്നുപോലും നമ്മൾ മറക്കും. സ്വർഗത്തിൽ ദുഃഖമോ സങ്കടമോ ഉണ്ടാവുകയില്ല. അത് മലക്കുകളുടെ ഗുണങ്ങളിൽ ഒന്നുപോലെയായിരിക്കും. അവർക്ക് ദുഃഖമില്ല, നിരന്തരം സംതൃപ്തി മാത്രം. നമുക്ക് സന്തോഷം, ആനന്ദം, സമാധാനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആരെങ്കിലും
എപ്പോഴും സന്തോഷത്തിലാണെങ്കിൽ അത് വിരസമാകില്ലേ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. എന്നാൽ സ്വർഗത്തിൽ സന്തോഷം എന്നേക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിരസത ഒരിക്കലും നിലനിൽക്കില്ല. ഈ ലോകത്ത് വേദന ഒരു മുന്നറിയിപ്പ് സംവിധാനമായി പ്രവർത്തിക്കുന്നു. നമ്മെ സംരക്ഷിക്കാൻ അല്ലാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. വേദനയില്ലാതെ നമുക്ക് പരിക്കുകളോ രോഗങ്ങളോ ശ്രദ്ധിക്കില്ല. അത് നമ്മെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്വർഗത്തിൽ മരണമില്ലാത്തതിനാൽ വേദനയുടെ ആവശ്യമില്ല. ആ വികാരം നമ്മളിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടും. സ്വർഗത്തിന്റെ 7 തലങ്ങൾ. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു വിവരണമനുസരിച്ച് സ്വർഗത്തിന് 7 തലങ്ങളുണ്ട്. ജന്നത്തുൽ ഫിർദൗസ് ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള തലമാണിത്. സ്വർഗത്തിന്റെ മധ്യഭാഗത്താണിതിന്റെ സ്ഥാനം. അല്ലാഹുവിന്റെ സിംഹാസനത്തിന് തൊട്ടുതാഴെയുള്ള ഏറ്റവും വലുതും അമൂല്യവുമായ ഭാഗം. ഹദീസുകൾ സൂചിപ്പിക്കുന്നത് ജന്നത്തുൽ ഫിർദൗസ് 4 വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ്. ഇരട്ട വിഭാഗങ്ങളിൽ എല്ലാ വസ്തുക്കളും അലങ്കാരങ്ങളും സ്വർണം കൊണ്ടുള്ളതാണ്. മറ്റ് 2 എണ്ണത്തിൽ എല്ലാം വെള്ളികൊണ്ടുള്ളതാണ്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചാരികളോട് അല്ലാഹുവിനോട് ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കാൻ ഉപദേശിച്ചു. സ്വർഗത്തിന്റെ തലങ്ങൾ തമ്മിലുള്ള ദൂരം വളരെ വലുതാണ്. ചില വിവരണങ്ങളിൽ 100 വർഷത്തെ അല്ലെങ്കിൽ 500 വർഷത്തെ ദൂരമുണ്ട് എന്ന് പറയുന്നു. ആരാണ് ജന്നത്തുൽ ഫിർദൗസ് പ്രവേശിക്കുക? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ ഫിർദൗസിലെ തോട്ടങ്ങളിൽ പ്രവേശിക്കുമെന്ന് ഖുർആൻ പറയുന്നു. പ്രത്യേകിച്ച് ഈ ഗുണങ്ങളുള്ളവർ ഈ ആദരണീയമായ സ്ഥലത്ത് എത്തിച്ചേരും. തങ്ങളുടെ പ്രാർത്ഥനകളിൽ വിനയമുള്ളവർ, ഉപകാരമില്ലാത്തതും വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞുമാറുന്നവർ, തങ്ങളുടെ സക്കാത്ത് നൽകുന്നവർ, തങ്ങളുടെ വിശ്വാസങ്ങളും വാഗ്ദാനങ്ങളും പാലിക്കുന്നവർ, തങ്ങളുടെ പ്രാർത്ഥനകൾ പതിവായിട്ടും അശ്രദ്ധയില്ലാതെയും നിർവഹിക്കുന്നവർ. സ്വർഗം അദൻ, അതായത് ജന്ന അദൻ, പ്രവാചകന്മാർ, സത്യസ്ഥർ, രക്തസാക്ഷികൾ, നീതിമാനായ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയത്. മനുഷ്യഭാവനയ്ക്കപ്പുറത്തുള്ള സൗന്ദര്യത്താൽ ഇത് നിറഞ്ഞിരിക്കുന്നു. അതിനുള്ളിൽ സ്വർണ്ണ നദികളൊഴുകുന്നു. മലക്കുകൾ വിശ്വാസികളെ സ്വാഗതം ചെയ്യുകയും തങ്ങളുടെ ക്ഷമയ്ക്ക് വലിയ വിജയത്തിന്റെ സന്തോഷവാർത്ത നൽകുകയും ചെയ്യും. സ്വർഗത്തിൽ നയീം, അനുഗ്രഹവും സമാധാനവും നിറഞ്ഞ ഒരു പറുദീസയായി ഖുർആനിൽ വിവരിക്കുന്നു. വിശ്വാസികൾ ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ ഉണ്ടാകും. അവർ അല്ലാഹുവിന്റെ കൃപയാൽ നിത്യമായ സന്തോഷത്തിൽ ജീവിക്കും. ദാർ അൽ ഖുലൂദ്, വിശ്വാസികൾക്ക് തയ്യാറാക്കിയ എന്നെന്നും നിലനിൽക്കുന്ന സന്തോഷത്തിന്റെ വീട്. ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തമായ ജീവിതം, എണ്ണമറ്റ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞതും. സ്വർഗത്തുൽ മഅ്വ, രക്തസാക്ഷികൾക്കു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരിടം. അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും നിത്യമായ സന്തോഷത്തിൽ ജീവിക്കുകയും ചെയ്യും. ദാർ അസ്സലാം, വിശ്വാസികൾക്കു വേണ്ടിയുള്ള സമാധാനത്തിന്റെയും സുരക്ഷയുടെയും നിത്യമായ പറുദീസ, എല്ലാ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും തിന്മയിൽ നിന്നും മുക്തമായത്. ഇല്ലിയൂൻ, അല്ലാഹുവിനോടടുത്ത മലക്കുകളും നീതിമാനായ വിശ്വാസികളും വസിക്കുന്ന ഉന്നതവും ശ്രേഷ്ഠവുമായ സ്ഥലം. അവരുടെ മുഖത്തിൽ നിന്നുള്ള പ്രകാശം സ്വർഗം മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. ഏറ്റവും ദുർബലനായൊരു മുസ്ലിമിന് നൽകപ്പെടുന്ന സ്വർഗത്തിന്റെ നില പോലും 10 ലോകങ്ങളുടെ അത്രയും വലുതായിരിക്കും. ഉയർന്ന നിലകളിലുള്ളവരുടെ കൊട്ടാരങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൂരം വളരെ വലുതായിരിക്കും. ഈ ലോകത്ത് ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുന്നതുപോലെ നമ്മൾ അവയെ ദൂരെ നിന്ന് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ കാണും. നമ്മൾ പതിയെ സ്വർഗത്തിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങും. നമുക്ക് ചുറ്റും അനശ്വരരും യൗവനമുള്ളവരുമായ സേവകരെപ്പോഴും നമ്മെ സേവിക്കാൻ തയ്യാറായി നിൽക്കുന്നു. നമ്മൾ അവരെ നോക്കുമ്പോൾ അവർ എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന മുത്തുകൾ പോലെ തിളങ്ങുന്നു. നമ്മൾ തിരിയുന്നിടത്തെല്ലാം അനന്തമായ മഹത്വവും അനുഗ്രഹങ്ങളും മുഴുവൻ ദേശത്തെയും മൂടി നിൽക്കുന്നത് കാണുന്നു. ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ഹൂറുൽ ഐൻ എന്ന മറ്റൊരു ശ്രദ്ധേയമായ സമ്മാനമാണ്. അല്ലാഹുവിനെ പ്രീതിപ്പെടുത്താൻ ക്ഷമിക്കുകയും പാപങ്ങളിൽ നിന്ന് അകമ നിൽക്കുകയും ചെയ്തവർക്ക് അവരെ സന്തോഷിപ്പിക്കാനും സേവിക്കാനും വേണ്ടി പ്രത്യേകം നൽകപ്പെടും. ഈ ഹൂറുൽ ഐൻ അത്ര ശുദ്ധമായി സൃഷ്ടിക്കപ്പെട്ടവരാണ്, അവരുടെ ഭർത്താക്കന്മാർക്ക് മുമ്പൊരു മനുഷ്യനോ ജിന്നോ അവരെ സ്പർശിച്ചിട്ടില്ല. അവരിൽ ഒരാൾ ഈ ലോകത്തിലെ ഏതെങ്കിലും കടലിലേക്ക് തുപ്പിയാൽ പോലും എല്ലാ സമുദ്രങ്ങളും കടലുകളും ഉപ്പുരസത്തിൽ നിന്ന് തൽക്ഷണം മധുരമുള്ള വെള്ളമായി മാറും. സ്വർഗത്തിൽ ആർക്കും ഒന്നിനെക്കുറിച്ചും തൃപ്തിയില്ലായ്മ തോന്നില്ല, അസൂയ അവിടെ നിലനിൽക്കില്ല. മൃഗങ്ങളുടെ കാര്യമോ? സ്വർഗത്തിൽ മൃഗങ്ങളുണ്ടാവില്ലേ?
എപ്പോഴെങ്കിലും ജീവിച്ചിരുന്ന എല്ലാ മൃഗങ്ങളെയും അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അവയ്ക്കിടയിൽ നീതി നടപ്പാക്കുകയും ചെയ്യും. എന്നിട്ട് അവയെല്ലാം മണ്ണായി മാറും. എന്നിരുന്നാലും കുറച്ചു പ്രത്യേക മൃഗങ്ങൾ നിത്യമായ ലോകമായ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അവയിൽ പ്രവാചകൻ മുഹമ്മദിന്റെ ഒട്ടകം, അസ്ഹാബുൽ കഹ്ഫിലെ 309 വർഷം ഉറങ്ങിയ നായ, കൂടുതൽ വെള്ളം കുടിച്ചതിന്റെ പേരിൽ ഥമൂദ് ജനത കൊന്നുകളഞ്ഞ പ്രവാചകൻ സാലിഹിന്റെ ഒട്ടകപ്പക്ഷി, മരംകുട്ടിപ്പക്ഷി ഹൂപ്പു, പ്രവാചകൻ സുലൈമാൻ നബിയുടെ ഉറുമ്പ് എന്നിവ ഉൾപ്പെടുന്നു. ഈ ലോകത്തുള്ളതുപോലെ പ്രകൃതി പ്രതിഭാസങ്ങൾ സ്വർഗ്ഗത്തിലുണ്ടാവില്ല. ഖുർആൻ പറയുന്നതുപോലെ അവർക്ക് തണുപ്പോ ചൂടോ ഇല്ലാത്തൊരു തണൽ നാം നൽകും. സൂറ അൽ ഇൻസാൻ 13. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സ്വർഗ്ഗത്തിൽ നമ്മൾ തികഞ്ഞ കാലാവസ്ഥയിൽ ജീവിക്കും. അതൊരിക്കലും അസ്വസ്ഥത ഉണ്ടാക്കില്ല. ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഏകദേശം 1/3 നമ്മൾ ഉറങ്ങാൻ ചെലവഴിക്കുന്നു. എന്നാൽ സ്വർഗ്ഗത്തിൽ ഉറക്കുമേ ഉണ്ടാവില്ല. പ്രവാചകൻ പറഞ്ഞു, ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. സ്വർഗ്ഗത്തിൽ മരണമില്ലാത്തതിനാൽ ഉറക്കിന്റെ ആവശ്യമില്ല. ഓരോ നിമിഷവും പൂർണ്ണമായൊരു ജീവിതം നമ്മൾ എന്നേക്കും ജീവിക്കും. നമ്മൾ ഒരേ കാര്യം 2 തവണ ആവർത്തിക്കില്ല. എപ്പോഴും പുതിയ സന്തോഷങ്ങളിലും പുതിയ അനുഗ്രഹങ്ങളിലും പുതിയ അനുഭവങ്ങളിലും മുഴുകിയിരിക്കും. സംശയമില്ല, സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിനെ കാണുക എന്നതായിരിക്കും. ഈ ലോകത്ത് അല്ലാഹുവിനെ കാണാൻ സാധ്യമല്ല. അതിനെ തടയുന്ന ഒരു മറ നമ്മുടെ കണ്ണുകൾക്ക് മുകളിലുണ്ട്. എന്നാൽ സ്വർഗ്ഗത്തിൽ ഈ മറ നീക്കം ചെയ്യപ്പെടും. നമ്മെ സൃഷ്ടിച്ചവനെ നമുക്ക് ഒടുവിൽ കാണാൻ കഴിയും. സ്വർഗ്ഗത്തിലെ ആളുകൾ അവർക്ക് നൽകിയ അനന്തമായ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ അല്ലാഹു തന്റെ മഹത്തായ മുഖം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും പറയുകയും ചെയ്യും, സ്വർഗ്ഗത്തിലെ ആളുകളെ, നിങ്ങൾക്ക് സമാധാനം. ഈ നിമിഷം നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളിൽ നിന്ന് മായ്ച്ചു പോകും. അല്ലാഹുവിനെ വീണ്ടും കാണാൻ കഴിയുന്ന അടുത്ത നിമിഷത്തിനായി നമ്മൾ ആഗ്രഹിക്കും. അല്ലാഹുവിനെ കാണുന്നതിന്റെ ആവൃത്തി ഒരു വ്യക്തി വസിക്കുന്ന സ്വർഗ്ഗത്തിന്റെ നിലയെ ആശ്രയിച്ചിരിക്കും. സ്വർഗ്ഗത്തിന്റെ സ്വാഭാവിക സൗന്ദര്യം നമ്മൾ ഈ ലോകത്ത് കണ്ടതിനേക്കാൾ വളരെ വലുതായിരിക്കും. നമ്മൾ എണ്ണമറ്റ ഗംഭീരമായ മരങ്ങൾ കാണും. എന്നാൽ തൂബാമരം എല്ലാറ്റിനും മുകളിൽ വേറിട്ട് നിൽക്കും. അതിന്റെ വലുപ്പം വിവരണാതീതമാണ്. നിങ്ങളൊരു കുതിരപ്പുറത്ത് കയറി അതിന്റെ താഴ്ത്തടിയിലൂടെ പൂർണ്ണ വേഗതയിൽ ഓടുകയാണെങ്കിൽ മറ്റേ അറ്റത്തെത്താൻ 100 വർഷമെടുക്കും. തൂബാമരം വളരെ വലുതാണ്. അതിന്റെ ശാഖകൾ സ്വർഗ്ഗത്തിലെ എല്ലാ തലങ്ങളിലേക്കും എല്ലാ വീടുകളിലേക്കും എത്തുന്നു. അതുവഴി എല്ലാവർക്കും അതിന്റെ അനന്തമായ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ കഴിയും. സ്വർഗ്ഗത്തിലെ മറ്റൊരു അത്ഭുതമാണ് കൗസർ നദി, നമ്മുടെ പ്രവാചകന് നൽകപ്പെട്ട ഒരു പ്രത്യേക സമ്മാനം. അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരവുമാണ്. ഇത് അല്ലാഹുവിന്റെ സിംഹാസനത്തിന് താഴെ നിന്ന് ഒഴുകാൻ തുടങ്ങുന്നു. സിദ്രത്തുൽ മുന്തഹ വഴി കടന്നുപോകുന്നു. തെന്നടുത്തതായി അൽ ജന്നത്തുൽ ഫിർദൗസ്. അവിടെ നിന്ന് സ്വർഗ്ഗത്തിലെ എല്ലാ തലങ്ങളിലേക്കും. ഈ നദിയുടെ സുഗന്ധവും രുചിയും ഇന്ന് നമ്മുടെ മനസ്സുകൊണ്ട് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. കൗസർ നദി കൂടാതെ സ്വർഗ്ഗത്തിൽ ശുദ്ധവെള്ളത്തിന്റെ നദികളുണ്ടാകും. അതൊരിക്കലും കേടാവില്ല. രുചി ചേഞ്ചാവാത്ത പാലിന്റെ നദികളുണ്ടാകും. കുടിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന വീഞ്ഞിന്റെ നദികളുണ്ടാകും. ശുദ്ധമായ തേനിന്റെ നദികളുണ്ടാകും. സ്വർഗ്ഗത്തിലെ വീഞ്ഞ് ഈ ലോകത്തെ വീഞ്ഞ് പോലെയല്ല. അതൊരിക്കലും ലഹരിയുണ്ടാക്കുകയോ മനസ്സിനെ അലങ്കോലപ്പെടുത്തുകയോ ചെയ്യില്ല. മറിച്ച് അത് ശുദ്ധമായ സന്തോഷത്തിന്റെയും ഉല്ലാസകരമായ ആനന്ദത്തിന്റെയും അനുഗ്രഹമായിരിക്കും. സ്വർഗ്ഗത്തിലെ മറ്റൊരു പ്രത്യേക പ്രവർത്തനം ഒരു പ്രത്യേക ചന്തയിലേക്കുള്ള ആഴ്ച കൂടുമ്പോഴുള്ള വിസിറ്റാണ്. ഈ ചന്തയിൽ വടക്കൻ കാറ്റ് നമ്മുടെ മുഖത്തും വസ്ത്രങ്ങളിലും വീശും. അത് സുഗന്ധങ്ങൾ അവശേഷിക്കും. അത് നമ്മെ മുമ്പിനേക്കാൾ കൂടുതൽ സുന്ദരരും ആകർഷകരുമാക്കി മാറ്റും. ഓരോ തവണ കടന്നുപോകുമ്പോഴും പങ്കാളികൾ പരസ്പരം കൂടുതൽ ആകർഷകരായി കണ്ടെത്തും. സ്വർഗ്ഗത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളിലൊന്ന് നമ്മൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഓർമ്മിക്കുകയും സ്വർഗ്ഗത്തിനർഹരായ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി, സുഹൃത്തുക്കളുമായി, ബന്ധുക്കളുമായി സമയം ചെലവഴിക്കുകയും അവരുടെ കൂട്ടായ്മ ആസ്വദിക്കുകയും ചെയ്യുമെന്നതാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് പരസ്പരമുള്ള ആഗ്രഹം ലഘൂകരിക്കും. ഈ സത്യം ഖുർആൻ നമ്മോട് പറയുന്നു. ഈ അത്ഭുതങ്ങളെല്ലാം സ്വർഗ്ഗത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതെത്ര അത്ഭുതമായി തോന്നുന്നു, ഹൃദയത്തിലെത്ര മനോഹരമായി അനുഭവപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ വരുന്നത് സ്വർഗ്ഗത്തെ യഥാർത്ഥത്തിൽ സ്വർഗ്ഗമാക്കി മാറ്റുന്ന ഏറ്റവും മനോഹരമായ കാര്യത്തിലേക്കാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കൊട്ടാരങ്ങൾ, നദികൾ, അനന്തമായ അനുഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇതിനോട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഏറ്റവും വലിയ സമ്മാനം അല്ലാഹുവിന്റെ മുഖം കാണുക എന്നതായിരിക്കും. ഈ ലോകത്തെ വെള്ളിയാഴ്ചയ്ക്ക് തുല്യമായ സ്വർഗ്ഗത്തിലെ ദിവസം അല്ലാഹു സ്വർഗ്ഗത്തിലെ ആളുകളെ തന്റെ അടുക്കിലേക്ക് സ്വാഗതം ചെയ്യും. വെളുത്ത മസ്തുരി കൊണ്ട് നിർമ്മിച്ച ഒരു വിശാലമായ താഴ്വരയിൽ അവനവരെ ഒരുമിച്ച് കൂട്ടും. നമ്മുടെ രക്ഷിതാവ് കുർസി സിംഹാസനത്തിൽ പ്രത്യക്ഷപ്പെടുകയും
ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച സിംഹാസനത്തിന് താഴെയുള്ള പീഠങ്ങളാൽ ചുറ്റപ്പെടുകയും ചെയ്യും. സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ളവരെ വിളിക്കുകയും അവർ വരികയും ചെയ്യും. സ്വർഗത്തിലെ എല്ലാ ആളുകളും അവരുടെ ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് താഴ്വരയിൽ ഒരുമിച്ചിരിക്കും. അല്ലാഹു കുന്നുകളിൽ നിന്ന് മസ്തുരി വഹിച്ചുകൊണ്ടുവരുന്ന കാറ്റയക്കും. അതവരിൽ തളിക്കുകയും ചെയ്യും. എന്നിട്ടവൻ റിദ്വാൻ എന്ന മലക്കിനോട് കൽപ്പിക്കും, ഏ റിദ്വാൻ, എനിക്കും എന്റെ അടിമകൾക്കുമിടയിലുള്ള 70,000 മറകൾ നീക്കം ചെയ്യുക. എന്റെ സന്ദർശകൾ വന്നിരിക്കുന്നു. മറകൾ നീക്കം ചെയ്യപ്പെടുകയും അവർ അല്ലാഹുവിന്റെ ആത്മാവിന്റെയും സൗന്ദര്യത്തിന്റെയും നേർക്കു നോക്കുമ്പോൾ അവർ സുജൂദിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യും. അല്ലാഹു തന്റെ അനുഗ്രഹീതമായ ശബ്ദത്തിൽ സംസാരിക്കുകയും തന്റെ സ്വന്തം വാക്കുകൾ പറയുകയും ചെയ്യും. നിങ്ങളുടെ തല ഉയർത്തുക. ആരാധന ഈ ലോകത്തിനു വേണ്ടിയായിരുന്നു. സുജൂദ് ആരാധനയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രതിഫലത്തിന്റെ നാട്ടിലാണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതെന്നോട് ചോദിക്കുക. ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്. നിങ്ങൾക്ക് ഈ ലോകത്ത് വാഗ്ദാനം ചെയ്തവൻ. വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, എന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക, എന്റെ മുഖം കാണുക. ഇപ്പോൾ ഞാൻ എന്റെ വാഗ്ദാനം നിങ്ങൾക്ക് നിറവേറ്റിയിരിക്കുന്നു. എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കിയിരിക്കുന്നു. ചോദിക്കുക. അവർ പറയും, ഏ രക്ഷിതാവേ, ഞങ്ങൾ നിങ്ങളുടെ പ്രീതി ചോദിക്കുന്നു. അല്ലാഹു മറുപടി പറയും, ഞാൻ ഇതിനടത്ത് തന്നെ നിങ്ങളിൽ പ്രീതിയുള്ളവനായിരുന്നു. ഞാൻ നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു, നിങ്ങളുടെ തെറ്റുകൾ മറച്ചു, എന്റെ സാമീപ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിച്ചു. എന്റെ വാക്കുകളുടെ മധുരം ഞാൻ നിങ്ങളെ ആസ്വദിക്കാൻ അനുവദിച്ചു. എന്റെ പ്രകാശം ഞാൻ നിങ്ങൾക്ക് പ്രകടമാക്കി. ഇതാണ് എനിക്കുള്ള ആദരവിന്റെ സ്ഥലം. അതുകൊണ്ട് ചോദിക്കുക. അപ്പോൾ സ്വർഗത്തിലെ ആളുകൾക്ക് പിന്നീട് ഒന്നും ആവശ്യപ്പെടാനില്ലാത്തത്ര വേലം അവർ ആഗ്രഹിക്കുന്നതെല്ലാം ചോദിക്കും. അപ്പോൾ അല്ലാഹു സർവശക്തനായ പറയും, ഇപ്പോൾ ഞാൻ എന്റെ പ്രീതി നിങ്ങൾക്ക് നൽകുന്നു. എന്നേക്കും ഞാൻ നിങ്ങളോട് ഇനി കോപിക്കുകയില്ല. ഓരോ കൂടിക്കാഴ്ചയ്ക്കും ശേഷവും അല്ലാഹു തന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. അവരുടെ കൊട്ടാരങ്ങളിലേക്ക് കൂടുതൽ കൊട്ടാരങ്ങൾ, കൂടുതൽ തോട്ടങ്ങൾ ചേർക്കപ്പെടുകയും വർധനവിന്മേൽ വർധനവുണ്ടാകും. അല്ലാഹുവിന്റെ പ്രകാശത്തിൽ പൊതിഞ്ഞവർ മടങ്ങുമ്പോൾ അവരുടെ സേവകർക്ക് പോലും അവർ വഹിക്കുന്ന തിളക്കം കാരണം അവരെ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ആളുകൾ മറ്റെന്തിനേക്കാളും ആ വെള്ളിയാഴ്ചയെ ഉറ്റുനോക്കുന്നത്. സ്വർഗം ഒരു എളുപ്പമുള്ള പ്രതിഫലമല്ല. അല്ലാഹുവിലേക്ക് തിരിയുകയും ഹറാമായത് ഒഴിവാക്കുകയും ആരാധനയിൽ ഉറച്ചു നിൽക്കുകയും നല്ല സ്വഭാവത്തോടെ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രം വാഗ്ദാനം ചെയ്തതാണിത്. നമുക്കെല്ലാവർക്കും നമുക്ക് വേണ്ടിയും എല്ലാ മുസ്ലിങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സ്വർഗത്തിൽ നമ്മെ വീണ്ടും ഒരുമിപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഉയർന്ന സ്ഥാനം അൽ ഫിർദൌസ് നൽകട്ടെ. ഇനിയും വിശ്വസിക്കാത്തവരെ അവൻ നയിക്കുകയും അവർക്ക് സമാധാനത്തോടെയും ദുആയോടെയും സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങൾ നൽകുകയും ചെയ്യട്ടെ.